ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു സുഹൃത്തുക്കളെ. 4 മണിക്ക് എഴുന്നേറ്റു. 4 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഇന്ന് നമ്മുടെ കോളേജിൽ കോൺവക്കേഷൻ സെറമണിയാണ്. അപ്പം അതിനു വേണ്ടി ചെറിയ ചെറിയ ഒരുക്കങ്ങളുണ്ടായിരുന്നു. ഇനി കമ്മൽ സെലക്ട് ചെയ്യണം, സാരി ഉടുക്കണം. അങ്ങനത്തെ കുഞ്ഞാവമാരൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞാവകളാണ് ഇതൊക്കെ, കുഞ്ഞാവമാർ. പൊടി കുഞ്ഞാണോ? ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്, നല്ല റീച്ചിൽ നിൽക്കുന്ന ഒരുപാട് വ്യൂസുള്ള ആളുകൾ പറഞ്ഞ്, അതായത് ഈ ഇൻഫർമേഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളൊരു ചാനൽ തുടങ്ങിയാൽ ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു സുഹൃത്തുക്കളെ. 4 മണിക്ക് എഴുന്നേറ്റു. 4 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഇന്ന് നമ്മുടെ കോളേജിൽ കോൺവക്കേഷൻ സെറമണിയാണ്. അപ്പം അതിനു വേണ്ടി ചെറിയ ചെറിയ ഒരുക്കങ്ങളുണ്ടായിരുന്നു. ഇനി കമ്മൽ സെലക്ട് ചെയ്യണം, സാരി ഉടുക്കണം, മേക്കപ്പ് ചെയ്യണം. മേക്കപ്പൊന്നും ഇല്ല കേട്ടോ, മുഖത്തെ ഒന്നും ഇടാറില്ല, പൗഡർ പോലും ഇടില്ല. പൗഡർ ഇല്ല എൻ്റെ കയ്യിൽ ഇപ്പം. പക്ഷെ എനിക്കെല്ലാം ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ ഫേസിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് കറുത്തിരിക്കും. ഒന്നും ഇടാതിരിക്കാമെങ്കിൽ എൻ്റെ ഫേസിന് പിന്നെ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. രാവിലെ അപ്പോൾ ചേട്ടൻ എനിക്ക് ചായ ഇട്ട് തന്നു. ചേട്ടൻ ഇരുന്ന് ചായ കുടിക്കുന്നു. ഇന്നത്തെ കുക്കിങ്ങിനെ കുറിച്ചുള്ള അഗാധമായ ചർച്ചയിലായിരുന്നു ഞങ്ങൾ. പ്രാണിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഓടി നടന്നു തുടങ്ങിയേ. പ്രാണിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഓടി നടക്കും, ഇങ്ങനെ നോക്കും. നമ്മൾ വിളിക്കുമ്പോൾ 2 കണ്ണും ഇങ്ങനെ വേപോട്ട് വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ അവർ ഓടി നടക്കുമ്പോഴായിരിക്കും തവള പോലെ, മക്കാച്ചികളെ പോലെ രസം. പ്രാണി എപ്പോഴും അവളെപ്പോലെ ഇരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് വെളിയിലിടും. എന്നിട്ട് അവൾ അതിൻ്റെ കളിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. മറ്റേ കുഞ്ഞതിനകത്ത് ചേട്ടൻ എന്നിട്ട് മറ്റേ കുഞ്ഞിനെ എടുത്ത പ്രാണിയുടെ മുമ്പിലേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ അന്നേരം 2 കുഞ്ഞുങ്ങളും വെളിയിലായപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ കബോർഡിനകത്തേക്ക് കയറി. അവൾക്ക് വലിയൊരു കബോർഡൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഒരു കാർഡ് ബോർഡ് പെട്ടിയൊക്കെ കൊണ്ടുപോയി സൂപ്പറാക്കി കൊടുത്തു പ്രാണിക്ക്. ഇപ്പം അവളും കുഞ്ഞുങ്ങളും അതിനകത്താണ്. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി പോരാൻ പറ്റത്തില്ല, ചാടി കയറാൻ പഠിച്ചാൽ മാത്രമേ ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ കോൺവക്കേഷൻ സെറമണിക്ക് നമ്മൾ ടീച്ചേഴ്സ് എല്ലാം യൂണിഫോം സാരി എടുത്തത്. അപ്പം എൻ്റെ ബ്ലൗസ് ഞാൻ തന്നെയാട്ടോ തയ്ച്ചത്. ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ നെശ്ശേരിപ്പള്ളി പോയപ്പോൾ ഇട്ട സാരി ബ്ലൗസ് കാണാൻ നല്ല രസമുണ്ട്, ആരാ എവിടെയാണ് സ്റ്റിച്ച് ചെയ്ത്, തൊടുപുഴയാണോ, തൊടുപുഴയാണെങ്കിൽ എവിടെയാണെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബ്ലൗസൊക്കെ ഞാൻ സ്വയം സ്റ്റിച്ച് ചെയ്യുകയാണ്. തയ്യലും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഞാനും ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ പഠിച്ചിട്ടുള്ളൂ. യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരാണ് എൻ്റെ ഗുരുനാഥകൾ, ഗുരുനാഥന്മാരും ഗുരുനാഥകളൊക്കെ കേട്ടോ. അപ്പം അതൊക്കെ നോക്കിയാണ് ഞാനും തയ്ക്കുന്നത്. അളവും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഓരോ ബ്ലൗസ് തയ്ക്കാൻ നേരത്ത് ഞാൻ വീണ്ടും പോയി ഓരോ വീഡിയോസ് കാണും, എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഇത്തവണ തയ്ച്ചപ്പോഴാണെങ്കിലും കറക്റ്റ് അളവിലൊക്കെ വന്നു. ആദ്യകാലങ്ങളിലൊക്കെ തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്ലൗസ് കണ്ടിട്ടുണ്ടെങ്കിൽ പെറ്റ തള്ള സഹിക്കില്ല. ഇവിടുത്തെ ടക്കൊക്കെ വേറെ സ്ഥലത്തോടെയൊക്കെ പോകും, ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഒപ്പിക്കും. ഇപ്പോഴാണെങ്കിലും ഈ ഒപ്പീരാണ് കേട്ടോ ഉള്ളൂ. ഇതാണ് കൈയൊക്കെ വെച്ചിരിക്കുന്നത് മുട്ടിന് തൊട്ട് താഴെയാക്കി. ആ ചേട്ടന് അത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. മുട്ടിന് താഴെ ബ്ലൗസ് എന്നാ ചേട്ടാ, മുട്ടിന് താഴെ ബ്ലൗസ് തയ്ക്കാൻ, കൈ ബ്ലൗസ് എടുക്കാം. പഴയ ഫാഷനല്ലേ ഓരോരുത്തരുടെ സൗന്ദര്യബോധം വ്യത്യസ്തമാണ്. പക്ഷെ ഞാനിങ്ങനെ കൈ തയ്ക്കുന്നതാണ് കേട്ടോ, ഇറക്കത്തിൽ കൈ തയ്ക്കുന്നത്. അപ്പം ഇറക്കത്തിൽ കൈ വെച്ച് പഫ് വെച്ച് ആദ്യമായിട്ട് തയ്ച്ചേക്കും. ഇപ്പോഴത്തെ മോഡൽ ഇത്രയും കയ്യാ, അതിഷ്ടമാണോ? ഇത്രയും കയ്യാ മുട്ടിന് മുകളിൽ കോളർ. സാരി ബ്ലൗസിൽ കോളർ ഇഷ്ടമാണോ? എന്നാണേലും നല്ല കളർ സാരിയാണ് കേട്ടോ. നല്ല സാരിയുടെ കളർ അടിപൊളിയാണ്. 800 സംതിങ് ആയേ ഉള്ളൂ. നമ്മളെ എല്ലാ സ്റ്റാഫും, ലേഡീസ് സ്റ്റാഫ് എല്ലാവരും അവിടെ സാരിയാണ് കേട്ടോ, യൂണിഫോം സാരിയാണ്. അപ്പോൾ കഴിഞ്ഞ കോൺവൊക്കേഷന് ഞാൻ
ചെന്ന സമയത്തായിരുന്നു കോൺവൊക്കേഷൻ. ഞാൻ ഫെബ്രുവരിയിൽ അവിടെ റീജോയിൻ ചെയ്തു, അലസർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റീജോയിൻ ചെയ്തു. ഫെബ്രുവരി തന്നെയായിരുന്നു കോൺവൊക്കേഷൻ. അതിന് 1 മാസം മുമ്പേ തന്നെ ഇവർ യൂണിഫോം സാരിയൊക്കെ എടുത്തിരുന്നു. അത് പിന്നെ മഹാറാണിയിൽ നിന്ന് എടുത്തത്. അങ്ങനെ മഹാറാണിയിലെ സെയിം സാരി ഞാൻ ചോദിച്ചപ്പോൾ അവിടെ അത് തീർന്നു പോയി. പിന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ കിട്ടിയാലേ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു സാരി എടുത്തു. പക്ഷേ ആ സാരി ഞാൻ ഇന്ന് വരെ ബ്ലൗസും തയ്ച്ചിട്ടില്ല, ഇട്ടിട്ടുമില്ല. ഇപ്പോഴും ഇരിക്കുക ഒരു പുതിയ സാരി. എന്നിട്ട് ആ സാരി ഇവരുടെ യൂണിഫോം സാരിക്ക് മാച്ചല്ലെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പുളുങ്കുട്ടി പോയി കഴിഞ്ഞപ്പം അതുപോലെ ഒരു സാരി കിട്ടി. അങ്ങനെ ആ സാരിയാണ് ഞാൻ കോൺവൊക്കേഷന് ഉടുത്തത്. പക്ഷെ എനിക്ക് എൻ്റെ സാരിയുടെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുത്തിയാൽ വലിയത്തോ എവിടെയെങ്കിലും ഉടക്കിയാൽ വലിയോ അങ്ങനെയൊന്നുമില്ലാത്ത നല്ലൊരു മെറ്റീരിയലായിരുന്നു പുളുങ്കൂട്ടിയിൽ നിന്ന് എടുത്തത്. ഇതിപ്പം ഓൺലൈനായിട്ട് വരുത്തിയതാണ് ഇത്തവണത്തെ സാരി. ഒരു പിങ്ക് കളറാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ കളർ ഒരു വെറൈറ്റി കളർ. ചേട്ടനാണെങ്കിൽ സെയിം കളർ ഷർട്ടും ഉണ്ട്. അപ്പം നമ്മൾ പൊളിക്കും. എനിക്ക് ആ കളർ ചുരിദാറുണ്ട്, പക്ഷേ എനിക്ക് സാരി ഉണ്ടായിരുന്നില്ല. ഇത്തവണ അങ്ങനെ ഒരു സാരിയും കൂടെ കിട്ടി. ഞാനാണെങ്കിൽ ഒരു കട്ട സാരി പ്രേമിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. കറികളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്തൊന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ ആൻസൂട്ടന് ഇന്ന് ക്ലാസ് ഒന്നുമില്ല. അവന് 18-ാം തീയതി ഓണപരീക്ഷ തുടങ്ങും. അപ്പം ചോറ് ഇന്നലെ വെച്ചിട്ടുണ്ട്. ചോറും പാത്രം എല്ലാം കഴുകിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചല്ലാത്ത പാത്രങ്ങളൊന്ന് കഴുകിയാൽ മതി. പിന്നെ ബാസ്ക്യം അപ്പുറത്തുണ്ട്. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്ന് ചേട്ടൻ എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം തിരിച്ച് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കല്യാണം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിലപ്പം നമ്മൾ ആ വഴി കല്യാണം കൂടാനായിട്ട് പോയെന്നും ഇരിക്കും കേട്ടോ. അതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അമ്മച്ചി കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഇവിടെ വന്നിരുന്ന് ചോറൊക്കെ കഴിച്ചു, കുറേ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോയി. പിന്നെ അമ്മച്ചീന് വീഡിയോയിലൊന്നും എടുക്കണ പണ്ടത്തെ പോലെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ദേഷ്യപ്പെടും, ചിലപ്പോൾ ഒന്നും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. അമ്മച്ചി ഇങ്ങനെ അങ്ങ് വാടി തളർന്നു അല്ലെങ്കിൽ ആടിപ്പോയതൊന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. പിന്നെ എന്നാ ചേട്ടാ എന്തെങ്കിലുമൊക്കെ പറ ചേട്ടാ. എൻ്റെ ചായക്ക് ചൂടാറിയോ? അതുകൊണ്ട് എൻ്റെ ചായ കൊണ്ടുപോയി. ഈ ചായ എടുക്കും ചേട്ടനെ അത് നൈസായിട്ട് കുടിക്കും. ആ ചൂടായോണ്ട് വെച്ചാ അതിൻ്റെ ടേസ്റ്റ് പോകുന്നേ. ആ പിന്നെ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കോളേജിൽ നിന്ന് തന്നെ ഉണ്ടോ. എന്നാ പറ, എന്തെങ്കിലുമൊക്കെ പറ. ആഗോളതാപനം എങ്ങനെയുണ്ട്? എവിടെ അതിന് പോകണോ? രാവിലെ ഫോട്ടോഗ്രാഫർ വരും. ഫോട്ടോഗ്രാഫർ എല്ലാവരുടെ ഫോട്ടോസൊക്കെ എടുക്കും. അതൊക്കെയുണ്ട്, നമുക്ക് എന്തോരം വേണമെങ്കിലും എടുക്കാം. പിന്നെ 12:30 മുതൽ കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങും. കണ്ടിന്യൂസ് ആയിട്ടാണ് പ്രോഗ്രാം. കുട്ടികളുടെ എന്താണ് കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്ന ചടങ്ങ്. കോൺവൊക്കേഷൻ 10 മണിക്ക്. അല്ല, ഇവർക്ക് പ്രൈസൊക്കെ കൊടുത്തു കഴിഞ്ഞു പോകും. കലാപരിപാടി വെച്ചാൽ പ്രോഗ്രാം കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിയുമ്പോൾ കലാപരിപാടി തുടങ്ങും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഒന്നും ഇല്ല. ആരൊക്കെ പോയി കഴിക്കുന്നവർ ഇടയ്ക്ക് പോയി കഴിച്ചോളണം. അതിലും കൂടുതൽ വരുമല്ലോ. പേരൻസിനടക്കം ഉണ്ടല്ലോ. അപ്പൊ കോൺവൊക്കേഷന്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുന്നതാണ്. 50 പിള്ളേർ കൂടുതലാണ്. അപ്പനും അമ്മയും മാത്രമല്ല, സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ വരും, സിബ്ലിങ്സ് വരും, സഹോദരങ്ങൾ വരും. പിന്നെ കാണാനായിട്ട് പിള്ളേർ ഇത്രയും 5 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണ ഒരു ഇതല്ലേ. അത് കാണാൻ ഏറ്റവും മുകളിൽ ഓഡിറ്റോറിയം. അത്യാവശ്യം വലുതാണ്.
സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു, കാണിച്ചതാട്ടോ. അതൊക്കെ അഭിമാന നിമിഷം. പഠിച്ച് സപ്ലി ഒന്നും ഇല്ലാതെ ജയിച്ച് കയറി കറക്റ്റായിട്ട് എൻറോൾമെൻ്റ് ഒക്കെ ചെയ്ത് വന്ന് വെച്ചിട്ട് ചില പിള്ളേർ പറഞ്ഞു LLB എടുത്തേക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു നെയിം ബോർഡ് വെക്കാനാണ്, അഡ്വക്കേറ്റ്. അങ്ങനെ ആഗ്രഹമുള്ള പിള്ളേർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഈ നെയിം ബോർഡ് എല്ലാ ജോലിക്കും കിട്ടത്തില്ല, ഡോക്ടർമാർക്ക് അഡ്വക്കേറ്റ്സിന് ഒക്കെ അല്ലേ ഉള്ളൂ വീടിൻ്റെ മുമ്പിൽ വെക്കുന്നത്. ഒരു വെച്ചാൽ വീടിൻ്റെ മുമ്പിൽ നെയിം ബോർഡും വെക്കണം, കാറയിൽ എപ്പോഴും ഒട്ടിക്കണം, അഡ്വക്കേറ്റിൻ്റെ ആഗ്രഹങ്ങളെ. LLB പഠിച്ചാൽ എവിടെ ജോലിന്ന് ചിന്തിക്കും, പക്ഷെ ലീഗൽ അഡ്വൈസറൊക്കെ ആയിട്ട് ഓരോ കമ്പനിക്കടെയൊക്കെ കയറാം, വിദേശത്തേക്ക് പോകാം. അതുകൂടാതെ ഇതൊരു ഡിഗ്രിയും കൂടെ കൂടിയ കോഴ്സല്ല, ഡിഗ്രി വെച്ചുള്ള ഏത് പരീക്ഷ എഴുതാം, PSC ടെസ്റ്റ്, എന്ത് ജോലിക്കും പോകാം. അഡ്വക്കേറ്റ് ആവണമെന്ന് തന്നെ നിർബന്ധമില്ലല്ലോ. നല്ലതാ, നല്ല കോഴ്സാണ്. ഞാൻ നോക്കിയിട്ട് എനിക്കിഷ്ടമായിരുന്നു ലോയറാണ്, പറ്റിയില്ല. പിന്നെ ജഡ്ജി ആകാനുള്ള ടെസ്റ്റ് എഴുതണം എന്നൊക്കെ ചില പിള്ളേർ പറഞ്ഞു, സ്പെഷ്യൽ ടെസ്റ്റാണ്. പക്ഷെ ആരും LLM എടുത്ത് പഠിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു കേട്ടില്ല. അഡ്വക്കേറ്റ്സിന് ലോ പഠിപ്പിക്കുന്നവർക്ക് LLM എടുക്കണം, അതിന്റെ PG. നമുക്ക് നമ്മുടെ കുമ്പളത്തിൽ ഒരു കുമ്പളങ്ങ ഉണ്ടായി, നമുക്ക് മത്തയിൽ നിറച്ച് മത്തങ്ങ ഉണ്ടാവുന്നുണ്ട്. മഴ കാരണം അതങ്ങ് ചീഞ്ഞു പോകുക. മഴ മാറി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മത്തങ്ങ എന്താണെങ്കിലും ഇപ്പോൾ ഒരു വലിയ പൂവുണ്ടായി, അതിൽ മത്തങ്ങ അടിയിൽ വന്നിട്ടുണ്ട്. മിക്കവാറും അത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെണ്ടയിൽ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്, ഇഞ്ചിയൊക്കെ വളർന്നു, മഞ്ഞളൊക്കെ വളർന്നു. കോവലിനത് വള്ളി കെട്ടി കൊടുക്കണം, കോവയ്ക്ക ഉണ്ടാവും. അതൊക്കെ കറക്കി പുറത്തുനിന്ന് വാങ്ങണ്ട, അത്യാവശ്യമൊക്കെ എല്ലാം വാങ്ങണ്ടാവും. ചീരയുണ്ട്. ഇനി ഇച്ചിരി മഴ മാറിയിട്ട് വേണം നല്ല ചീര വാങ്ങിപ്പോ. എല്ലാ ചീര മുളച്ച ഒന്നും കിട്ടിയില്ല, അടച്ച മഴയായിപ്പോയി. ആ മഴ പെയ്തപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും എടുത്തിട്ടാൽ മതിയായിരുന്നു. അല്ല പുതിയത് കിട്ടും, ആ അല്ല ഇട്ട് അങ്ങനെ 7 മണിയാകുമ്പോഴത്തേക്ക് സാരി ചുറ്റി തുടങ്ങണം. ആദ്യം പോയിട്ട് ഞാൻ ഇടാനുള്ളത് ഒക്കെ കമ്മലൊക്കെ എടുത്ത് വെക്കട്ടെ, നോക്കട്ടെ. കാതിലിരിക്കുന്ന സ്റ്റഡായിരിക്കും കൂടുതലും നല്ലത് എനിക്ക്. ആ കളർ സ്റ്റഡ് കിട്ടാൻ ഇച്ചിരി ചാൻസ് കുറവാണ്. സമയം 6:30 ആയിട്ടോ. കണ്ടേ മഞ്ഞൊക്കെയാണ്, മഞ്ഞ് ആ മലയിലേക്കൊക്കെ നോക്കിയൊക്കെ. അപ്പോൾ ഇവിടെ അതുപോലെയൊക്കെ തന്നെ മഞ്ഞായിരിക്കുവേ. എന്താ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിയിൽ റോസാപ്പൂ ഉണ്ടായി നിൽക്കുന്ന കണ്ടോ. ഇതും ചേട്ടൻ വെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കലേഡിയം. ഈ കലേഡിയം കാണാൻ നല്ല ഭംഗിയാണ്. പുല്ലും കാടൊക്കെ പിടിച്ചു. ഇനി ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. ഇത് പ്ലമേറിയ. ഇതേ പൂച്ചക്കുഞ്ഞ്. രാത്രിയാകുമ്പോൾ അതിനെ കൂട്ടി പിടിച്ചിട്ടും രാവിലെ അഴിച്ചുവിടും. പിന്നെ ഇതിലേക്ക് നടന്നോളും. ഇതാരിട് നമ്മളടുത്ത് നിന്ന് ഓടിക്കളയും. പെങ്കൊച്ചാന്ന് തോന്നുന്നു, പേരിട്ടിട്ടില്ല കേട്ടോ. പേരിടണം. നല്ല നല്ല പേരുകൾ സജസ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ദാ ഒരു റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കണം കണ്ടോ. ബന്ദിപ്പൂവ് ഉണ്ടാക്കുന്നുണ്ട്, ജമന്തി. നല്ല രസമില്ലേ. അപ്പടി ഇല വീണ് കിടക്കുക മുറ്റത്ത്. മഴ കാരണം അടിക്കാൻ പറ്റില്ല. ഇന്നലെ പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. ഒരു കൊട്ട തുണി അലക്കാനുണ്ടായിരുന്നു, കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീട് കഴുകിയിട്ടു. പിന്നെ ഉച്ചയ്ക്ക് രാവിലെ ഒരു തലകറക്കം പോലെ തോന്നി. അപ്പം പിന്നെ ഞാൻ ഇന്നലെ ലീവെടുത്തു. പിന്നെ അങ്ങനെ ഇന്നലെ പോയില്ല. ഇന്നലെ ലീവെടുത്ത് വീട്ടിലിരിക്കുമായിരുന്നു. വയ്യായിരുന്നു. അപ്പോൾ തീരെ വയ്യാതെ വല്ലതും വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം
എന്ന് വിചാരിച്ചേ. പക്ഷെ കുഴപ്പമില്ല, നോർമലായിരുന്നു. നല്ല തലകറക്കമൊക്കെ മാറി. അത് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നി. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നാളുള്ളതെന്ന് ഓർത്തു. പിന്നെ കുറേ തുണിയെല്ലാം കഴുകിയിട്ടു, പെര കഴുകിയിട്ടു. പിന്നെ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി. തുണി കഴുകിയിട്ടപ്പോഴത്തേക്കും തന്നെ 2 മണി ആയി. അത് കഴിഞ്ഞപ്പം പെര കഴുകി. അപ്പോഴത്തേക്ക് ചേട്ടൻ ചോറിനാൻ വന്നു. ചേട്ടൻ ഒരു മണിക്കൂറോളം ഇവിടെ നിന്ന് ഒരു പരിചയക്കാരനെ കണ്ടപ്പോൾ വർത്താനം പറഞ്ഞു. അവർ 2-3 പേര് കൂടി വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ വീട് മൊത്തം അങ്ങ് കഴുകിയിട്ടു. പിന്നെ ഇച്ചിരി തയ്ക്കാനുണ്ടായിരുന്നു, തയ്ച്ചു. അങ്ങനെ ഇന്നലത്തെ ദിവസം അങ്ങ് പോയി. ഇനിയിപ്പോൾ ഇന്ന് ആ ഫുഡൊക്കെ ഒന്ന് ചോറൊക്കെ വാർത്തിട്ട് ഉള്ള കറിയൊക്കെ എടുത്തിച്ചിരുന്ന് ചൂടാക്കി വെച്ചാൽ കാര്യമൊക്കെ തീരും. ബാസ്കിമോൻ അവിടെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. ബാസ്കിമോന് ഇന്നലെ ഫുഡൊക്കെ കൊടുത്ത് വർത്താനമൊക്കെ പറഞ്ഞാൽ എത്താൻ പോയപ്പോൾ രാവിലെ ഇവനെ കണ്ടില്ല ഞാൻ. ഇത് കണ്ട തുണി അലക്കിയിട്ടാണ്. ചേട്ടൻ്റെ തുണി ആയിരുന്നു കൂടുതലും. ചേട്ടൻ്റെ പാൻ്റെല്ലാം അലക്കാനുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ ടീഷർട്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീന് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇത്തവണ കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി കുറവുണ്ട്. അപ്പോൾ അത് ഒത്തിരി കറണ്ട് വലിക്കുന്നുണ്ടെന്നിപ്പോൾ തോന്നുന്നു. ആരോ മീനും കൊണ്ട് പോകണ്ട്. അയ്യോ, ഇത് പൊന്നോ, ഇടാ, ഇത് പൊന്നോ, ആരിട്. ഞങ്ങളാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്സ് ജീവനാ ഇതിൻ്റെ. ആ അല്ലേ, ജീവനല്ലേടാ നീ, എൻ്റെ കുഞ്ഞല്ലേടാ നീ, ഇങ്ങനെ കുഞ്ഞല്ലടാ നീ, മക്കൂഷല്ലടാ നീ, മക്കൂഷേ, എൻ്റെ പൊന്നോ അവളോഷേ. പിന്നെ പൂച്ചാനെ കാണാൻ മേല. പൂച്ചാനെ കണ്ട അപ്പം ഓടിക്കുവാൻ. ഇന്നലെ അബദ്ധത്തിൽ നമ്മുടെ പ്രാണി എൻ്റെ കൂടെ ഇതിലിറങ്ങി വന്ന്. ഞാനില്ലെങ്കിൽ ഇറങ്ങിപ്പോയപ്പോൾ അവളും ഒപ്പം ഇറങ്ങി. ഇതെന്നെ ഒരു ചാടിയില്ലേ വൻ. പിന്നെ ആരെ മോൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പൂച്ചേനെയും പട്ടീനെയും കോഴീനെയും ആടിനെ താറാവിനെയൊക്കെ. മിണ്ടാപ്രാണികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെറ്റായിട്ട് വളർത്തുന്നവരെ ഇഷ്ടമാണ്. അല്ലാതെ കോഴിയൊക്കെ ഉണ്ടല്ലോ, വീട്ടിൽ വളർത്തിയാൽ കൊല്ലിക്കോ ഇല്ല, കൊടുക്കത്തും ഇല്ല. വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയും കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ ചില കൊള്ളില്ലാത്ത സ്വഭാവങ്ങൾ എനിക്കുണ്ട്. അപ്പം നമ്മുടെ അയലക്കത്തെ ചേട്ടൻ വന്നായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതൊരു വാസ്ക് കിടന്നു കുറേ പേടിച്ച് പോയി. ഓർക്കാപ്പുറത്ത് വെച്ച് ആടി കുറച്ചപ്പോഴേ ഞാനങ്ങ് വിറച്ച് പോയെന്നേ. എൻ്റെ വാസ്ക് ഇങ്ങനെയൊന്നും കുറയ്ക്കരുത് ഇട്ടടാ കുഞ്ഞാ. നീങ്ങില്ല, കിടന്നവിടെ പോയി. വാരി തന്നാ ഓ, വാരി തരാത്തോണ്ട് തിന്നാത്താണോ കുഞ്ഞാവാ? അങ്ങനത്തെ കുഞ്ഞാവാരൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞാവകളാ ഇതൊക്കെ, കുഞ്ഞാവമാര്. പൊടി കുഞ്ഞാണോ പട്ടി? ഇവനെ ഒരിക്കലും എനിക്കൊരു പട്ടിയായിട്ട് തോന്നിയിട്ടില്ല. പട്ടികളെ എനിക്ക് ഭയങ്കര പേടി. ഇപ്പോഴും കണ്ടാൽ ഞാൻ കണ്ട വഴി ഓടും. പക്ഷെ എന്തുകൊണ്ടോ ഇവനെ എനിക്ക് പേടിയില്ല. ഇവനെ ഒരു പട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഇവനെൻ്റെ കുഞ്ഞല്ലേ, ഇതാ വലിയ കുഞ്ഞാ. കെട്ടിക്കാടായി നിൽക്കണ ചെറുക്കന. അല്ല, കെട്ടുപിടായും കഴിഞ്ഞാന്ന് തോന്നുന്നു. തിന്നോ അതെ, അവിടെ കിടന്നോ, അവിടെ കിടന്നോടാ കൂട്ടാ, കിടക്കാം അവിടെ ചെറുക്ക. ഞാൻ എൻ്റെ പണിയൊക്കെ നോക്കിയിട്ട് വരാട്ടാ. കൈ കഴുകണം, കയ്യിലാന്ന് നോക്കി. കാക്കയൊക്കെ വന്നിരിപ്പുണ്ട്. ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു, അത് ഏലോ പോയാവോ. ഇതൊക്കെ കിടക്കണ കണ്ടതാ. എൻ്റെ ചേട്ടൻ ഏത് ചെരുപ്പിട്ടുണ്ടോ പോയേ? ചെരുപ്പല്ല ഇവിടെ കിടപ്പുണ്ടല്ലോ. നമ്മളെ ചോറ് വറുക്കാനായിട്ട് പോവാണ് കേട്ടോ. വറക്കാനല്ല, വാർക്കാൻ. ഇത്ര നാളായില്ലേ വിറകടുപ്പിനകത്ത് നമ്മൾ പതിവ് പോലെ ഫുഡൊക്കെ വെച്ച് ചോറ് വെച്ചിട്ടില്ലേ. ഇപ്പോൾ വെക്കണം. അത് വിറകുണ്ടാകുമ്പോൾ ചീത്തയായിപ്പോ. പാത്രം ഇപ്പം തന്നെ കഴുകി വെച്ചാൽ അത്ര എളുപ്പമായി. അല്ലെങ്കിൽ ചോറും ആ കഞ്ഞിവെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം ഇരുന്നിട്ടേ അവിടെ അത് ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ എത്ര വെച്ചാൽ പിന്നെ വെള്ളം ഒഴിച്ച് കുടുക്കി ഇടേണ്ടത്. വെറുതെ പിന്നെ അപ്പം എടുക്കണ പാത്രമാണ്, അപ്പം കഴുകിയിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായില്ല.
എന്താണെങ്കിലും ചോറ് വയ്ക്കേണ്ട വരും. അന്നേരം പാത്രമെല്ലാം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ പിന്നെ അത് പിന്നെ അന്നേരം കഴുകണം. ചില സമയത്ത് പാത്രം കഴുകാൻ എന്നെപ്പോലെ മടി ലോകത്ത് വരാം. കുറച്ച് ചോറ് ഇരിക്കുന്നൊക്കെ ചൂടാക്കി വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം ഇവിടെ കൊണ്ട് കഴുകി വെച്ചിട്ടുണ്ട്. ആ പാത്രമില്ല, ഈ പാത്രം ഒരു പണിയില്ല സത്യത്തിൽ. ചൂടാക്കിയാൽ മാത്രം മതി എല്ലായിടത്ത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പണിയില്ലാതെ വരുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ സത്യം പറയാമല്ലോ. എല്ലാവരും ഓർക്കും ഒരു പണിയില്ലാതെ വന്ന സന്തോഷമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എടുക്കില്ല, കുറച്ച് എടുക്കുള്ളൂ. ആ സമയത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. വെച്ചാൽ മറ്റ് വീഡിയോസ് ഇപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ടിട്ടാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടാലോ അത് വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വീഡിയോ ഇട്ടാലോ ഒന്നും എനിക്ക് വ്യൂസ് കുറയും. പക്ഷേ ഞാൻ വീട്ടിൽ ചുമ്മാ ഈ ഒരു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇങ്ങനെ പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്ത് ഇതുപോലെ കുക്കൊക്കെ ചെയ്ത് നിസ്സാരം ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ പോലും അത്യാവശ്യം വ്യൂസൊക്കെ വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഈ കിച്ചണിൽ നിൽക്കുന്ന എന്നെ തന്നെയാണ്. മറ്റ് ജോലികളൊക്കെ എൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന കിച്ചണിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവരോട് ഞാൻ ഇതിന് മുമ്പും കേട്ടിട്ടുണ്ട്, നല്ല റീച്ചിൽ നിൽക്കുന്ന ഒരുപാട് വ്യൂസുള്ള ആളുകൾ പറഞ്ഞ്, അതായത് ഈ ഇൻഫർമേഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളൊരു ചാനൽ തുടങ്ങിയാൽ ഒരു യൂട്യൂബിൽ ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു ഉപദേശമേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഏത് വീഡിയോ, പലതരത്തിലുള്ള വീഡിയോ നമ്മൾ ഇടുമല്ലോ, ഒരേ ടൈപ്പ് തന്നെ എല്ലാവരും ഇടാറില്ല. പക്ഷെ ഏത് വീഡിയോയ്ക്കാണോ കൂടുതൽ റീച്ച് കിട്ടുന്നത്, കൂടുതൽ വ്യൂസ് വരുന്നത്, പിന്നെ ആ ടൈപ്പ് വീഡിയോ മാത്രമേ ഇടാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ചാനൽ കാണുന്നവർ ആഗ്രഹിക്കുന്നത് ആ വീഡിയോ, അതുപോലത്തെ വീഡിയോ ഇനിയും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു അറിവ് എനിക്കുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞതാണ്, ഞാൻ എല്ലാ ടൈപ്പ് ഡ്രീംസാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ റിയൽ ലൈഫും എൻ്റെ റിയാലിറ്റിയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഞാനെല്ലാം ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ എനിക്കറിയാം ഞാൻ അടുക്കള നിൽക്കുന്നതും വെറുതെ എന്തെങ്കിലും ഒരു മുളക് പൊട്ടിക്കുന്നതാണെങ്കിൽ പോലും കാണുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എൻ്റെ കുക്കിങ്ങൊന്നും ഒന്നുമല്ല. രാവിലെയൊക്കെ എന്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. വീട്ടിൽ പശു, ആട്, എൻ്റെ ചേച്ചിയുടെ ഒക്കെ വീട്ടിലൊക്കെ പണിയൊന്നും തീരത്തില്ല. അവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ ആടുണ്ട്, അങ്ങനെ എല്ലാ കൂട്ടം കാര്യങ്ങളും കോഴി, ആടെല്ലാം ഉണ്ട്. പിന്നെ പറമ്പിലിറങ്ങി പണിയും, ചേമ്പും അതും ഇതൊക്കെ നടും, അങ്ങനെ ഒത്തിരി പണിയുണ്ട്. അപ്പോൾ അങ്ങനെ പണി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇതുപോലെ ഈ അടുക്കളപ്പണി അല്ലാതെ ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ ജോലിയൊന്നും അല്ല, നമ്മുടെയൊക്കെ വെറും സിമ്പിൾ, ഞാനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. അതുപോലെ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് ശേഷം ആ ചേച്ചിയെ ഞാൻ നമ്മുടെ തൊടുപുഴ പാർക്കിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പേര് ഞാൻ വിട്ടുപോയി. ഞാനൊരു കൂട്ടുകാരോട് ചോദിച്ചിട്ട് പേര് പറയാം. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് പാലക്കാട് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലാണ്. +2 അവിടെയുണ്ട്, അവിടെയാണ് +2 പഠിച്ചത്. ഞാൻ 8 മുതൽ +2 വരെ പഠിച്ചത് അവിടെയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയ സ്കൂള്. ഇപ്പോൾ രാവിലെ ബസ്സിന് പോയാലും വൈകിട്ട് നടന്നാൽ വരിക. ഒത്തിരി പിള്ളേർ കൂടി നടന്നു വരുമ്പം നല്ല രസമാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെത്തും. വരുന്ന വഴിക്ക് ജാതിത്തോട്ടത്തിൽ കയറി പൊട്ടി വീണ ജാതിക്ക എല്ലാം പെറുക്കി തിന്നും. അവിടെ ചേട്ടനുണ്ടെങ്കിൽ നമുക്ക് ജാതിക്ക എടുത്ത് തരുമൊക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ കടിച്ചു പറിച്ച് വീട്ടിൽ നിന്ന് മാങ്ങയൊക്കെ കൊണ്ടുപോയി അതും പുളിങ്കൂര് വറുത്തതും രാവിലെ എല്ലാം വൈകുന്നേരം വരുമ്പോൾ തിന്നാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രാവിലെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കൂളും കഴിഞ്ഞ് ചെറിയൊരു കയറ്റമുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് പാലക്കാട്, കഴിഞ്ഞൊരു കയറ്റമുണ്ട്. അതിനുശേഷം ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു ഇതുണ്ട്, ഒരു കാവുണ്ട്. ആ കാവിൻ്റെ അടുത്ത് ഒരു പാടം പോലെ താഴ്ന്ന പ്രദേശം, അതിൻ്റെ മുകളിലായിട്ട്
കുറേ വീടുകൾ ഇങ്ങനെ ഇരിക്കും. ആ വീടിൻ്റെ അരികിൽ കയറി നമുക്ക് ഒരു തൊണ്ട് പോലെ അതിൽ കയറി നമുക്ക് ഷോർട്ട് കട്ട് അപ്പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ വല്ലപ്പോഴും അതിൽ പോകാറുണ്ട്, മഴക്കാലത്തൊന്നും പോകാറില്ല, അല്ലെങ്കിൽ റോട്ടിൽ കൂടെ പോകും. അങ്ങനെ പോകുമ്പോൾ ആ ജസ്റ്റ് പാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഏറ്റവും താഴെ ഇരിക്കുന്ന ഒരു വീടാണ്. പണ്ടതൊരു ഓടിട്ട വീടായിരുന്നു. പിന്നീട് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ അത് വാർക്ക വീടായിട്ട് വാർത്തിട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓടിട്ട വീടായിരുന്നപ്പം പുറത്തിങ്ങനെ ഇളന്തിണ്ണ പോലെ ഒരു ഇത്രയും വീതിയിൽ ഇങ്ങനെ പുറത്തിങ്ങനെയുണ്ട്. നിറച്ചിങ്ങനെ പാത്രങ്ങൾ കഴുകി നല്ല വൃത്തിക്ക് നല്ല വെളുപ്പിച്ച് കഴുകി വെക്കും. ആ വീട്ടിലെ ചേച്ചിയാണെങ്കിൽ ചെറിയ പിള്ളേരൊക്കെയാണ് ചേച്ചി, കുഞ്ഞു ചേച്ചിനെ കല്യാണം കഴിച്ചിട്ട് വന്ന സമയമൊക്കെ ആയിരിക്കാം. ഇവിടെ ഫ്രില്ലുള്ള നൈറ്റി, പണ്ടത്തെ മോഡൽ നൈറ്റി ഒറ്റ കളറിൻ്റെ, അതൊക്കെ ഇട്ട് ആ ചേച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആമത്തെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കുളിപ്പിഞ്ഞലൊക്കെ പിന്നെ ചുരുണ്ട മുടിയാണ്. എന്നിട്ട് ഓട്ടി നടന്ന് പണിയെടുക്കും. ഞാൻ എന്നും ഇത് കാണുമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. എപ്പോഴും ആ ചേച്ചി എന്തെങ്കിലും ജോലിയായിരിക്കും, എപ്പോഴും ജോലിയായിരിക്കും. അതിനുശേഷം ഒരു ദിവസം നമ്മൾ തൊടുപുഴ പാർക്കിൽ പോയിരിക്കും. അപ്പോൾ പാർക്കിൽ എന്നെ കാണാനായിട്ട് ഈരാറ്റുപേട്ടയിൽ നിന്നൊരു സബ്സ്ക്രൈബർ വന്നൊരു ഉമ്മ, ഒരു ടീച്ചറാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും പാർക്കിൽ വരുമ്പോൾ കാണാം എന്നും പറഞ്ഞ് വന്നതാണ്. അപ്പം അവർ കണ്ട് ആ ടീച്ചറിനോട് മിണ്ടിക്കൊണ്ടിരുന്നപ്പം ഈ ചേച്ചി വന്ന് എന്നോട് മിണ്ടി ഒത്തിരി സംസാരിച്ചു. അപ്പം എനിക്ക് ചേച്ചിയുടെ വീട് എവിടെ വെച്ചാൽ പാലക്കടയാന്ന് പറഞ്ഞു. എനിക്ക് ചേച്ചിനെ അന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമായിട്ടോ ആ ചേച്ചിയെക്കുറിച്ച്. ആ ചേച്ചിക്ക് അറിയത്തില്ല, ഓടിയാടുന്ന പണിയെടുക്കുന്ന ചേച്ചി. അപ്പോൾ കുറച്ചുകൂടെ ഏജായി ചേച്ചി, ചുരിദാർ ആയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ചേച്ചി ഒത്തിരി സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയൊക്കെ ജോലി ചെയ്യുന്നത് കണ്ടാ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ പാലക്കടയാണ് പഠിച്ചതെന്ന് അറിഞ്ഞപ്പോഴും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരുടെ ഒക്കെ കാര്യങ്ങളും പേരും, ആ ചേച്ചിയുടെ അടുത്തുള്ള പിള്ളേരൊക്കെ ഒത്തിരി പേര് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര അത്ഭുതമായി. പക്ഷേ ആ ചേച്ചി എനിക്ക് പണ്ടേ ഒരു അത്ഭുതമായിരുന്നു. അതും നമ്മളൊക്കെ അറിയപ്പെടാതെ പോകുന്ന, ഞാൻ ചുമ്മാ ചാനലിന് വേണ്ടി നമ്മുടെ ചാനലിലേക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ ഈ മൊബൈൽ ഇവിടെ വെച്ചേക്കുന്നു, അതെടുത്തിടുന്നു എന്നല്ലാതെ ഇതിലും കൂടുതൽ വർക്ക് ചെയ്യുന്നവർ, ഇതിലും കൂടുതൽ അടുക്കളപ്പണികൾ, വീട്ടുപണികളൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ വേറെ ഡ്യൂപ്പ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഥകളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇപ്പം എൻ്റെ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഞാനിനി പോയിട്ട് ഇനി സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാരി ഞാനിപ്പോൾ ഉടുത്ത് കഴിഞ്ഞ് കാണിക്കത്തുള്ളൂ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. കമ്മലേതാന്ന് നോക്കിയില്ല, അത് സെലക്ട് ചെയ്യണേ. ഇതിരിക്കണുണ്ടോ, ഇത് ഇനിയിപ്പോൾ എന്തോ കാണിക്കണമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ എൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് ഇതാണ്. ഇന്നലെ അപ്പോൾ ഇതാ നമ്മുടെ കോളേജിലെ യൂണിഫോം സാരി ഇതാണ്. ഡ്രസ്സൊക്കെ ഞാൻ സ്വയം തയ്ച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ചേട്ടന് ഇത്രയും കൈ വയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന്, എൻ്റെ ഔട്ട്ഫിറ്റ് ലുക്കാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ സ്റ്റാൻഡിലൊന്നും ഫോൺ വെച്ചില്ല, വാഷ് ബേസറിൽ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ആരെങ്കിലും ഒന്ന് ഫോൺ പിടിച്ച് തന്നിരുന്നെങ്കിൽ നല്ലതാകുമായിരുന്നു. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, പക്ഷെ ആളൊന്ന് ഫോൺ ഒന്ന് എവിടെ എന്നെ കിട്ടണ്ടോന്ന് പറയണേ. മൊത്തത്തിൽ കിട്ടണ്ടോ? ഇപ്പോഴോ ഇരുട്ടാണോ? കിട്ടുന്നുണ്ടോ? ഇല്ല, മൊത്തത്തിൽ കിട്ടില്ല. സാറില്ല, മൊത്തത്തിൽ കിട്ടാതെ നിന്നുവാ. അപ്പം എങ്ങനെയുണ്ട്? ഇവിടെ കാണിക്കാം. ഇവിടെ നിൽക്കാം. അവിടെ നിന്ന് കാണാൻ പറ്റില്ല മൊത്തത്തിൽ. ഇപ്പൊ കാണോ? അങ്ങോട്ട് നിൽക്കണ്ട, ഇവിടെ നിന്നാ നീ. ഇപ്പൊ കാണാം. കാണാവോ? സൂപ്പർ. നല്ലതാണോടാ? പറയാ ഒത്തിരി നല്ലതാണോടാ? ആദ്യമായിട്ടൊരു സാരി കൊടുത്താൽ ഞാൻ അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല. പക്ഷേ ഇതിനിപ്പോൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ആ എടാ, ഈ ലൈറ്റാണ് ആ പൊട്ടൻ ചേർക്കാൻ. നീ എന്തുവായി കാണിക്കുന്നത്? ലൈറ്റ് ഓഫ് ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്യണവേ. അപ്പം അവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. എന്നോട് മുടി കെട്ടി വെക്കണ്ട, ഇങ്ങനെ അഴിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ മുടി കെട്ടി വെക്കുന്നില്ല. ചേട്ടൻ പറഞ്ഞതുപോലെ പോവാണ്. അപ്പം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ വീണ്ടും പുതിയ ശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.